നമസ്കാരം, എല്ലാവർക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ആധ്യാത്മിക സേവന പ്രവർത്തനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് നൂറുകണക്കിന് വയോധികർക്ക് കൈത്താങ്ങായി മാറിയ എറണാകുളം ജില്ലയിലെ കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന സായ് ശങ്കര ശാന്തി കേന്ദ്രം ഡയറക്ടർ PN ശ്രീനിവാസൻ നായരാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. അദ്ദേഹത്തെ നമുക്ക് സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, സ്വാഗതം. നമസ്കാരം. ആധ്യാത്മിക സേവന രംഗങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിയാണല്ലോ അങ്ങ്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? ആധ്യാത്മിക സേവന രംഗങ്ങളിലൊന്നും മുന്നിൽ നിന്ന ഒരു വ്യക്തിയല്ല ഞാൻ ജനിച്ചത് 1963 ഞാനൊരു പാവപ്പെട്ട കൃഷിവലൻ്റെ മകനായി ജനിച്ച ആളാണ്. അച്ഛനും അമ്മയുമൊക്കെ തികഞ്ഞ ഈശ്വര വിശ്വാസികളും ഭജന സംഘങ്ങളൊക്കെ രൂപീകരിച്ച് അതിനൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചേരുന്ന ആളാണ്. അതിൽ നിന്ന് ഞാൻ വളർന്ന് എനിക്ക് പത്രം വായിക്കാൻ പോലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ദൂരെ പോയി പത്രങ്ങളൊക്കെ വായിക്കും. ഇപ്പം ഞങ്ങളുടെ അടുത്ത വീട്ടിൽ താമസിച്ച 2 പേർ എന്ന് പറയുന്നത് 2 കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ്. VR ഭാസ്കരൻ, VN പ്രഭാകരൻ, അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ പോയി ഞാൻ കേരള കൗമുദിയും ദേശാഭിമാനിയും ജനയുഗവും ഒക്കെയാണ് വായിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വായിച്ച് എനിക്കൊരു ഇടതുപക്ഷ ആഭിമുഖ്യം കുട്ടിക്കാലം മുതൽ ഉണ്ടായി. ചെറുപ്പകാലത്ത് അച്ഛനോടൊപ്പം, അച്ഛൻ പറഞ്ഞൊരു കൃഷിക്കാരനായിരുന്നു. അന്നത്തെ കാലത്ത് കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത കാലമാണ്. കാളവണ്ടിയിൽ ഈ മത്തങ്ങായും കുമ്പളങ്ങായും വെണ്ടക്കായും ഇതെല്ലാം കാളവണ്ടിയിൽ പോകുമ്പോൾ ഞാൻ ഈ കാളവണ്ടി തള്ളിപ്പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട ഒരു ബാല്യമായിരുന്നു എൻ്റേത്. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ വിദ്യാഭ്യാസകാലം കോട്ടയത്ത് CMS കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതൽ എനിക്കിത്തിരി ഈ ഇടതുപക്ഷ ആഭിമുഖ്യം കൂടി വന്നു. ഇപ്പോഴത്തെ ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയൊക്കെ അന്ന് ഞാൻ കണ്ടതാണ്. അന്ന് റെയിൽവേ സ്റ്റേഷനിൽ, കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ബിനോയ് വിശ്വം അവരെ ഞങ്ങൾ ബിനുവും ഞാനും കൂടി പോയാണ് ബിനോയ് വിശ്വത്തെ മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവന്നതൊക്കെ. അന്നൊക്കെ ഇതിനകത്തൊന്നും അധികം ആളില്ലാത്തൊരു കാലം. അപ്പോൾ അങ്ങനെ ഒരു ഇടതുപക്ഷ ചായ്വ് എനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്നു. അത് വിദ്യാഭ്യാസ കാലത്തും ഉണ്ടായി. CMS കോളേജിൽ AISFൻ്റെ ഒരു യൂണിറ്റ് രൂപീകരിച്ച് ഞാൻ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് BAക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആദരണീയനായ കഴിഞ്ഞ കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ കാനം രാജേന്ദ്രൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു കലാസമിതി ഉദ്ഘാടനം ചെയ്യാൻ, കലാപോഷിണി എന്നാണ് എൻ്റെ പേര്, അത് ഉദ്ഘാടനം ചെയ്യാനായി വന്നു. അപ്പം അവിടെ ഞാനിങ്ങനെ ഒരു മാവേലിയുടെ വേഷമൊക്കെ കെട്ടി കാളവണ്ടിയിൽ അങ്ങനെ നിൽക്കുകയൊക്കെ ഒരു സംഘാടകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടപ്പോൾ ഈ കാനം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് AIYFൻ്റെ ഒരു യൂണിറ്റ് രൂപീകരിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വയ്യേ, നമുക്കൊരു പിന്തുണ. അപ്പോൾ അങ്ങനെ ഞാൻ സംഘടനാ രംഗത്തേക്ക് കടന്നു വന്നു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പട്ടിണിയൊക്കെയുള്ളൊരു കാലം. എല്ലാവർക്കും ഇതിനെപ്പറ്റിയൊക്കെ ഒരു സമത്വസുന്ദരമായ സോഷ്യലിസ്റ്റ് സാമൂഹ്യക്രമം പടുത്തുയർത്തണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടെ ആളുകൾ, ചെറുപ്പക്കാർ കഴിഞ്ഞിരുന്ന ഒരു കാലത്ത് ആ സമര പോരാട്ടങ്ങളുടെയൊക്കെ മുൻനിരയിൽ നിൽക്കാൻ ഒക്കെ എനിക്ക് ഭാഗ്യമുണ്ടായി. അതെന്നെ ഒരു മികച്ച സംഘാടകനാക്കി മാറ്റി. അത്തരം സമരങ്ങളിലൂടെ വന്ന എനിക്ക് പിന്നീട് വളരെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ചു.
സോറിയാസിസ് എന്നാണ് എൻ്റെ പേര്. അതിന് ഫലപ്രദമായ ചികിത്സ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എൻ്റെ ജീവിതത്തെ ആകെ താറുമാറാക്കി. അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നാണ് പറഞ്ഞത്, ഇത് സോറിയാസിസ് ആണ്, മെഡിക്കൽ സയൻസിൽ ഇതിന് ചികിത്സയില്ല. ഞാൻ തകർന്നുപോയി മാനസികമായി. അപ്പോൾ ഞാൻ ചികിത്സ തേടി അലഞ്ഞു ഒരുപാടിടങ്ങളിൽ. പ്രകൃതി ചികിത്സ, ഹോമിയോ, ആയുർവേദം, ഇംഗ്ലീഷ് ചികിത്സയ്ക്ക് അധികം പോയില്ല, എന്ന് വെച്ചാൽ ചികിത്സയില്ലെന്ന് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാടിടങ്ങളിൽ, അട്ടപ്പാടിയിലൊക്കെ ഞാൻ പോയിട്ട് താമസിച്ചിട്ടുണ്ട് 2 വർഷക്കാലം. അന്നൊക്കെ ഒരുപാട് എൻ്റെ മനസ്സിലെ വിഷമവും ഒപ്പം ആ സമരവീര്യവുമൊക്കെ ഞാൻ അവിടെ കാണിച്ച ചില അനുഭവങ്ങളുണ്ട്. അട്ടപ്പാടിയിൽ ഒരുപാട് പണം ഗവൺമെൻറ് സാമൂഹ്യ സേവനത്തിന് വേണ്ടി, ആദിവാസി സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്ന ഒരു മേഖലയാണ് അട്ടപ്പാടി, സൈലൻറ്റ് വാലിയൊക്കെ. അപ്പോൾ അവിടെയാണ് ഞാൻ ചികിത്സയ്ക്കായി താമസിക്കാനിടയായത്. അപ്പോൾ അവിടുത്തെ ഒരു ആദിവാസി കുടിലിൽ ഒരു 2 മാസം താമസിച്ച് ഞാൻ ചികിത്സ ചെയ്തു. അപ്പോൾ അവർക്കൊന്നുമില്ല, ഈ വീട്ടുകാർക്ക് ഒന്നുമില്ല. അവർ 2 പെൺമക്കളാണ്, അവർ വളരെ കഷ്ടപ്പെടുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലേ? ഗവൺമെൻറ് 1 കോടിക്കണക്കിന് രൂപ തരുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊന്നും തരുന്നില്ലേ? അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ VOയെ പോയി കണ്ടോ? ഗ്രാമസേവകനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ VOയെ കാണാം എന്ന് വിചാരിച്ച് അവരെയും കൂട്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ അവിടെ ഇരിക്കുകയാണ്. ഈ പലകയിൽ നടന്ന് പലക ഉരുട്ടി കാല് വയ്യാതെ അങ്ങനെ ഇരിക്കുന്നവരമ്മ. ഞാൻ ചോദിച്ചു, അവർ കരയുന്നു. ഞാൻ ചോദിച്ചു, എന്താ? സാറേ, ഞാനിങ്ങനെ കുറേ കാലമായിട്ട് വരികയാണ്, എനിക്ക് പൈസ അനുവദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ കിട്ടിയിട്ടില്ല, ഞാൻ വിഷമിക്കുന്നു. അത് കടലാസ് ഞാൻ കടലാസ് നോക്കിയപ്പോൾ അവർക്ക് പണം അനുവദിച്ചിട്ടുണ്ട്. ഞാനിവരെ പലകയോടെ പൊക്കിയെടുത്ത് അവിടെ ഇരുന്ന ഈ ആഫീസറുടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. നിങ്ങളാരാണോ പറയാൻ വെള്ളം വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇവർക്ക് ചികിത്സ ഉടൻ അനുവദിക്കണം, ഉടൻ വേണം, ഇവർക്ക് പൈസ അനുവദിച്ചിട്ടുള്ളതാണ്. ആ കടലാസ് കൊണ്ടു, ബെല്ലടിച്ചു, കടലാസ് കൊണ്ടു നോക്കിയപ്പോൾ നമ്മൾ പേപ്പർ വരുത്തി, ഉടനെ ശരിയാണ്. ഉടനെ ഞാൻ പറഞ്ഞു, ആംബുലൻസ് വരുത്തി ഇവരെ ആശുപത്രിക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ അവരെ ആശുപത്രി കൊണ്ടുപോയി ആ ചികിത്സയും കാര്യമൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ VOയെ കണ്ടു. ഇവർക്ക് റേഷൻ കാർഡ് ഇല്ല, അവർക്ക് കൊടുക്കണ്ട, റേഷൻ കാർഡ് ഉണ്ടാക്കണം. ഇവർക്ക് പശുവിനെ വളർത്താൻ, കന്നുകാലി കൂട് ഉണ്ടാക്കാൻ, അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അതെല്ലാം ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നല്ലേ? അന്നൊക്കെ എൻ്റെ മനസ്സിലെ ആ വിപ്ലവ വീര്യം അന്ന് വരെയൊക്കെ ചോരാതെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പാർട്ടിക്കാരൊക്കെ വിവരം അറിഞ്ഞു ഓടി വന്നു. ഞാൻ പറഞ്ഞ പോലെയൊക്കെയാണ് കാര്യം. സാറിനൊരു സ്വപ്നദർശനം ലഭിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ചികിത്സ തേടിയുള്ള പോക്കിനൊടുവിൽ വേറൊരു മാർഗവും ഇല്ലാതിരുന്നൊരു കാലത്താണ് തിരികെ വീട്ടിൽ വന്നപ്പോൾ സ്വപ്നത്തിൽ ഒരു ദിവസം ഒരു രൂപം വന്നു. ഏതോ ഒരു രൂപം ഏതാണെന്ന് എനിക്ക് അന്നേരം വെച്ചാൽ ചുവന്ന അങ്കി കൊടുത്ത ഒരു രൂപം ഒഴുകി വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ സ്വപ്നത്തിലാണ് വന്ന് കൈ എനിക്ക് തന്നു. ഞാൻ ആ കയ്യിൽ മുറുക്ക പിടിച്ചു. ഈ രൂപം മേലോട്ട് ഉയർന്നത് മുകളിലോട്ട് എന്നിട്ട് മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അതിവേഗം. ഞാൻ നോക്കിയപ്പോൾ താഴേക്ക് നോക്കിയപ്പോൾ പുഴകളും മലകളും ഒക്കെ കടന്ന് അങ്ങ് പോവുകയാണ്. ചെന്നിട്ട് ഒരു വലിയ മലയുടെ മുകളിൽ കുറേ ദൂരെയാണ് പോയി നിന്നു. ഇനി മേലോട്ട് നോക്കാൻ പറഞ്ഞു. മുകളിലോട്ട് നോക്കിയപ്പോൾ നീല മല പിടിച്ച് നിൽക്കുന്ന ഒരു വലിയ ഹനുമാൻ്റെ രൂപമാണ്. അപ്പോൾ ഹനുമാൻ്റെ രൂപത്തിൽ കാലിൽ കെട്ടിപ്പിടിച്ച് ഞാൻ കിടക്കുന്ന സ്വപ്നമാണ് കണ്ടത്. സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഉണർന്നപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ്. പക്ഷെ എനിക്ക് മനസ്സിലെന്തോ ഒരു സന്തോഷം തോന്നി. പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങളുടെ നാട്ടിലെ ഒരു ഫെഡറൽ ബാങ്ക് മാനേജർ, അദ്ദേഹം മോട്ടോർ ബൈക്കിൽ വന്നു. അപ്പോൾ എന്നെ അറിയാം. അപ്പോൾ നീ വാ, നമുക്ക് കറിയച്ചാൽ വരെ പോവാം, ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാം, ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലേ ഞാൻ വണ്ടിയിൽ കയറി. അദ്ദേഹം അവിടെ സത്യസായി സേവാ സമിതിയും ഏകാത്മതാ കേന്ദ്രവും ഒക്കെ ഉണ്ട് കറിയച്ചാലിൽ. അപ്പോൾ അതിൻ്റെ വാതിക്കൽ കൊണ്ടു നിർത്തി.
നിർത്തിയിട്ട് പറഞ്ഞു, ഇത് ഇവിടെ ഇപ്പോൾ ഒരു ആരതി എടുക്കുകയാണ്, ഞാനൊന്ന് ആരതി എടുത്തിട്ട് തിരികെ വരാം. ഞാൻ പറഞ്ഞു ശരി ചേട്ടൻ പൊക്കോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആരതി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ട രൂപമാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ക്ലിക്കായി, എന്തോ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളത്. അദ്ദേഹം തിരിച്ചു വന്ന് പറഞ്ഞു നമുക്ക് പോവാം. എന്നിട്ട് പറഞ്ഞു, കലികാലത്ത് ഈശ്വരൻ ഈ രൂപത്തിൽ വന്നിരിക്കുകയാണ്. നിനക്ക് വിശ്വാസമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് വിശ്വാസം, എനിക്ക് നല്ല ഉറപ്പാണ്. നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ. ഞാൻ പറഞ്ഞു ചേട്ടൻ വേറെ വല്ല പണി നോക്ക്, എനിക്കിതിനകത്തൊന്നും വലിയ വിശ്വാസമില്ല. ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരനാണ്, എനിക്കതറിയാം. പക്ഷെ നീ വാ, നിൻ്റെ ഈ അവസ്ഥ കണ്ടില്ലേ, നിൻ്റെ ഈ കഷ്ടപ്പാടും ദുരിതവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ പോവാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഒരു പുസ്തകം എടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് നക്സലൈറ്റായ ആയിരുന്ന ഫിലിപ്പം പ്രസാദ് എഴുതിയ പുസ്തകമാണ് സത്യസായി ബാബ അവതാരമോ മാന്ത്രികനോ എന്നൊരു പുസ്തകം. അതിൻ്റെ കയ്യിൽ തന്നു. ഞാനേതായാലും വായിച്ചു. എന്നിട്ട് സ്വാമിയുടെ ഒരു ഫോട്ടോ, നീ ഈ ഫോട്ടോ കൊണ്ട് വിളക്ക് വയ്ക്കുക, ഒരു 6-7 ദിവസത്തിനുള്ളിൽ നിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവും. ആയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, നമുക്കൊന്ന് നോക്കാം ഇതൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സ്വപ്നം കണ്ടതും ഈ സ്വാമിയുടെ പടം കണ്ടതും ഇങ്ങനൊരു നിമിത്തം പോലെ എനിക്ക് തോന്നി. ഞാനേതായാലും അന്നത്തെ സാഹചര്യം വളരെ ദുരിതമാണ്. ഈ ഫോട്ടോ കൊണ്ട് വീട്ടിൽ വെച്ചു, വിളക്ക് വെച്ചു. സാറിൻ്റെ ആദ്യത്തെ പുട്ടപർത്തിയിലേക്കുള്ള യാത്ര അതെങ്ങനെയായിരുന്നു എന്ന് പറയാമോ? അപ്പോൾ ഞാൻ ഈ വീട്ടുകാരുമൊക്കെ ആയിട്ട് അകന്ന് നിൽക്കുന്ന ഭാര്യ വീട്ടുകാരും ഒക്കെ ആയിട്ടൊരു അകൽച്ചയിലുള്ളൊരു കാലമാണ്. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പുട്ടപ്പുറത്തിയിൽ പോയാലോ, ഈ ഓണം വരുമല്ലേ, ഓണത്തിന്. അപ്പം ഞാൻ വന്ന് പൂരാടവും മറ്റാ. ഞാൻ പറഞ്ഞു, പുട്ടപ്പുറത്തിയിൽ പോകണമെങ്കിൽ പണം വേണ്ടേ, പൈസ വേണ്ടേ, എൻ്റെ 10 പൈസയില്ല. എന്നിട്ട് ഞാൻ ഈ ഫോട്ടോയെ നോക്കി പറഞ്ഞു, അല്ല ഇദ്ദേഹം വലിയ ആളാണെങ്കിൽ എനിക്ക് പോകാനുള്ള പണം തരട്ടെ, എന്നാൽ നമുക്ക് പോകാം. ഇത്തിരി തമാശയായിട്ടും എന്നാൽ ഇത്തിരി കാര്യമായിട്ടും പറഞ്ഞാണ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ പല്ല് വെച്ചുകൊണ്ട് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. എന്നെ പറഞ്ഞു, ചേട്ടാ ഞാൻ ചന്ദ്രമോഹനൻ, എന്നെ അറിയുമോ, ഓർക്കുന്നോ? പറഞ്ഞു ഓർക്കുന്നു. അപ്പോൾ അന്ന് അക്കാലത്ത് ഞങ്ങളുടെ AIYFൻ്റെ വാഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ഒരു ചെറുപ്പക്കാരാണ്. ഞാൻ പറഞ്ഞത് 5000 രൂപയുണ്ട്. പണ്ട് 8 കൊല്ലം മുമ്പ് ഞാൻ ചേട്ടനോട് ഒരു അലമാര വാങ്ങിച്ചു, സ്റ്റീൽ അലമാര. അന്ന് എൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, ചേച്ചിയുടെ വീട്ടിൽ കൊടുക്കാനാണ്. എനിക്ക് ജോലി കിട്ടിയാൽ പൈസ തരാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. എനിക്ക് ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളം കിട്ടി. ഞാൻ ആ ശമ്പളവുമായി വന്നതാണ്. എനിക്കത് അത്ഭുതകരമായി തോന്നി. ഞാൻ ആ പൈസ വാങ്ങിച്ചു. എന്നിട്ട് അവനെ നല്ല വാക്ക് പറഞ്ഞ് വിട്ടു. അതെനിക്കൊരു വലിയ പോകണം എന്നായി പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഈ വേണുഗോപാലിനെ വിളിച്ചു. ഞാനിങ്ങനെ പുട്ടപ്പുറത്തേക്ക് പോവാണ്. അദ്ദേഹം പറഞ്ഞു, പുട്ടപ്പുറത്തേക്ക് പോകണമെന്ന് നീ തീരുമാനിച്ചാൽ അവിടെ ചെല്ലുകയല്ലേ, സ്വാമി നിശ്ചയിക്കണം. സ്വാമി നിശ്ചയിച്ചാൽ നിനക്ക് വഴി അറിയണമെന്നില്ല, വഴി കിട്ടിക്കോളൂ, അറിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ താത്തു വെച്ചു. എനിക്കപ്പോൾ കൂടുതൽ ആകാംക്ഷയായി. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വീട് കൂട്ടി പോവാം, പുട്ടപ്പുറത്തേക്ക് പോവാം, പൈസ കിട്ടിയല്ലോ. അപ്പോൾ ഞങ്ങൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ട്രെയിൻ വന്നു, ട്രെയിനിൽ കയറിയപ്പോൾ ഈ ഓണത്തിന് സേവനത്തിന് പോകുന്ന ആളുകളെല്ലാം വണ്ടിക്കകത്താണ്. അവരിങ്ങനെ സായി ഭജനയൊക്കെ പഠിപ്പോവാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാനവിടെ ഇരുന്നു. കൂടുതൽ എനിക്ക് ഭജനയൊന്നും മുദ്രാവാക്യം വിളിക്കാനേ എന്നറിയുള്ളൂ. ഭജനയൊക്കെ പാടി ഞാനവിടെ ചെന്നു. എല്ലാവർക്കും പ്രത്യേകം ക്യൂ ആണ്. ക്യൂവിലിരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന ഒരു ടോക്കൺ കൊടുക്കും. ആ ടോക്കണിൽ ആദ്യത്തെ ടോക്കൺ ഈ കിട്ടുന്നവർക്ക് അത്രയും പേർക്ക് എഴുന്നേറ്റ് ആദ്യം പോയിരിക്കുക. അപ്പോൾ ഞാനിരുന്നപ്പോൾ 8 എന്ന ടോക്കണാണെന്ന് എനിക്ക് തോന്നുന്നു. ആ നമ്പർ വിളിച്ചപ്പോൾ ഞങ്ങളുടെ ലൈനിലുള്ളവരെല്ലാം എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം എഴുന്നേറ്റ് പോയി അവിടെ ഇരുന്നു. അപ്പോൾ 5 മണിയാകുമ്പോൾ അവിടെ ഇരിക്കണം.
ഇരുന്ന പിന്നെ അല്ലേ ഇങ്ങനെ നഗരസങ്കീർത്തനം, വേദം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ട് അവിടെ ഇരിക്കാം. അങ്ങനെ ഇരുന്ന് 7 മണിക്കാണെന്ന് എനിക്ക് തോന്നുന്നു സ്വാമി വരും. ഒരു രൂപം ഒഴുകി ഒഴുകി വരുന്നത് പോലെ എനിക്ക് തോന്നി. ആദ്യ ദർശനം അല്ലേ സർ? ഞാൻ വിചാരിച്ചതിനപ്പുറം. മനുഷ്യനാണോ ഈശ്വരനാണോ എന്ന് പറയാനാവില്ല. എന്നുവെച്ചാൽ നിറം, മുടി എല്ലാം കൂടെ. ഏതായാലും വന്നിങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് കത്തുകൾ വാങ്ങുന്നു, വിഭൂതി വാങ്ങി കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ വിഭൂതി കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം ഇത്തവണ, എനിക്കറിയണമല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഓരോ രാജ്യക്കാരുണ്ട്. റഷ്യൻ എന്നെഴുതിയേക്കുന്ന റഷ്യയുടെ ഈ ഇതൊക്കെ തോളിലിട്ട ഒരു വിശ്വാസി എഴുന്നേറ്റുന്ന സമയം വിഭൂതി എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്തല്ല, എതിർവശത്താണ്. അപ്പോൾ എനിക്ക് നല്ലപോലെ കാണാം. സ്വാമി ഇങ്ങനെ കൈ ഇറക്കി കൊടുത്തു. ഒരാൾക്കല്ല, അപ്പോൾ 6-7 പേരോടെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ സംശയം അന്ന് തീർന്നു. അത് കഴിഞ്ഞ് ഞാൻ ദർശനം കഴിഞ്ഞു, ഭജനയൊക്കെ കഴിഞ്ഞിട്ട് സ്ഥലങ്ങൾ കാണാൻ പോകും. അപ്പോൾ ഹെൽവ്യൂ സ്റ്റേഡിയം. അപ്പോൾ അവിടെ നിന്നൊരു സേവാദൾ പറഞ്ഞു, മലയാളിയാണ്. ഞാൻ ചോദിച്ചു, എനിക്ക് അങ്ങോട്ടൊന്ന് കയറിപ്പോണം, പറ്റുമോ? അങ്ങനെ ആരെയും അങ്ങനെ വിടാറില്ല, എന്നാൽ പൊയ്ക്കോ വേണമെങ്കിൽ. അപ്പോൾ ഞാൻ പയ്യെ നടന്നപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരുപാട് പ്രതിമകൾ, എല്ലാ സർവ്വമതങ്ങളുടെയും ആചാര്യന്മാരുടെയൊക്കെ പ്രതിമകളുണ്ട്. യേശുക്രിസ്തുവുണ്ട്, ബുദ്ധനുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് ഇതെല്ലാം കണ്ട് നോക്കിയപ്പോൾ ഏറ്റവും മുകളിൽ വലിയ ഹനുമാൻ നിൽക്കുന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ ഹനുമാൻ. ഞാൻ പോയി അവിടെ കയറി. അടുത്തെല്ലാം വെച്ചാൽ വലിയ പൊക്കത്തിലാണ് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഞാൻ ഓർത്തത്, എൻ്റെ ഇഷ്ടദേവനെ സ്വപ്നത്തിൽ കാണിച്ചു തന്ന്, പൈസ ഇല്ലാത്ത എനിക്ക് പൈസ തന്ന്, ടിക്കറ്റ് ഇല്ലാത്ത എനിക്ക് ടിക്കറ്റ് തന്ന്, എന്നെ ഇവിടെ കൊണ്ട് 7 ദിവസമേ ആയുള്ളൂ ഇവിടെ കൊണ്ടെത്തിച്ചത് ഈശ്വര സ്വരൂപം തന്നെയാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. തിരികെ വന്നപ്പോൾ നാട്ടിൽ ചെന്നു. അപ്പോൾ എനിക്കൊരു വലിയ ടെൻഡർ കിട്ടി. ടെൻഡർ കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള ഫർണിച്ചറുകൾ എത്തിച്ചു കൊടുക്കുന്നത് സിഡ്കോ എന്ന് പറയുന്ന സ്ഥാപനമാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ 4 ഗോഡൗണുകളുണ്ട്. ആ ഗോഡൗണുകളിൽ തടി ഉരുപ്പടികൾ സപ്ലൈ ചെയ്യുന്ന ഒരു ടെൻഡറാണ് കിട്ടിയത്. അപ്പോൾ ടെൻഡർ കിട്ടിയപ്പോൾ ഞാൻ ഓർത്തു, ഇത് സ്വാമി എന്നെ അനുഗ്രഹിച്ചത് തന്നെ. അപ്പോൾ ഞാൻ പറയില്ലേ, കാനം രാജേന്ദ്രനൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു ടെൻഡർ കിട്ടി, എന്നെ ഒന്ന് സഹായിക്കണം. ഈ തടി മില്ലുടമകളോട് മുറവേറൊന്ന് പറയണം, എനിക്ക് കുഴപ്പക്കാരനല്ല, തടി കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ ഞാനത് എത്തിച്ചു കൊടുത്തോളാം. പിന്നെ ഞാൻ പറഞ്ഞോളാം, നീ പൊക്കോ, ഇന്നടത്തെല്ലാം പൊക്കോളാൻ പറഞ്ഞു. 3-4 മില്ലിലൊക്കെ പോയി. അപ്പോൾ എല്ലാം തരാമെന്ന് പറഞ്ഞു. ഞാൻ തടി ഉരുപ്പടികൾ സപ്ലൈ ചെയ്ത് തുടങ്ങി. അതിങ്ങനെ ഒരു 5-6 മാസത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ പോയി, പൈസയൊക്കെ കിട്ടി. അത് 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ സിഡ്കോയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നു. പണം തരാൻ ആവാതെ വന്നു, ബ്ലോക്കാക്കി. എനിക്കിത് കൊടുത്ത തടിയുടെ പൈസ കിട്ടിയിട്ടില്ല. ഉരുപ്പടികൾ അവർ കുറേ ഈ പലയൊക്കെ പൊട്ടി അത് തിരിച്ചു വിടും. അങ്ങനെ കുറേയേറെ ഇതെല്ലാം തിരികെ വന്നു. അപ്പടി പ്രതിസന്ധിയിലായി. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഈ ഉരുപ്പടി തന്നവരോട്, നമ്മുടെ മില്ലുടമകളോടൊക്കെ പറഞ്ഞു, തരും കേട്ടോ, ഞാൻ ശരിയാക്കാം. 1-2 ആഴ്ചയൊക്കെ അവർ കേട്ടു. ശരിയാക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവരുടെ ശബ്ദം കടുപ്പിച്ചു. എൻ്റെ പണം തന്നില്ലെങ്കിൽ കൈയും കാലും വീട്ടിൽ വന്ന് ഞാൻ വെട്ടു. അപ്പോൾ എനിക്ക് പേടിയായി. നമുക്കൊരു സത്യമല്ലേ, കൊടുക്കാനുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞു, നമുക്ക് പുട്ടപ്പുറത്തേക്ക് തന്നെ പോവാം. അവിടെ ചെന്നപ്പോൾ സ്വാമി എന്നെ ദർശനത്തിന് അതുപോലെ തന്നെ ഇരുന്നു. എന്നെ ഗൗരവമായി സൂക്ഷിച്ചൊന്ന് നോക്കിയതേ ഉള്ളൂ. നോക്കിയിട്ട് അങ്ങ് പോയി. സൂക്ഷിച്ച് നോക്കി, ഒറ്റ നോട്ടം. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. അല്ല, എന്നെ ചെയ്യാനാ, 4 ദിവസമൊക്കെ അവിടെ താമസിക്കത്തുള്ളൂ. തിരികെ പോകുന്നു. അപ്പോൾ കൊണ്ടുപോയ പൈസയും തീർന്നു. എറണാകുളത്ത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങി ഷേണായിസ് തിയേറ്ററിൻ്റെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ഞാൻ വിചാരിച്ചത് ഈ മറൈൻ ഡ്രൈവിൽ കായലുണ്ട്, അവിടെ എങ്ങാനും പോയി എന്ന് പറഞ്ഞാൽ ഇതുവരെ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി
10 പൈസയില്ലാതെ എങ്ങനെ ജീവിക്കാനാണ്? പിള്ളേരുമുണ്ട്, 2 പിള്ളേരുമുണ്ട്, 2 ആൺപിള്ളേരാണ്, ഭാര്യയുമുണ്ട്. എങ്ങോട്ട് പോകും എന്നറിയാതെ അങ്ങനെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ആ ചിറ്റൂർ റോഡിൽ അങ്ങോട്ട് തിരിഞ്ഞെടുത്ത് ഒരു ഓലക്കെട്ടിൽ നാരായണ ഭജോരേ നാരായണ ഭജോരേ എന്നുള്ള പാട്ട് പുട്ടപർത്തിയിലൊക്കെ കേട്ടിട്ടുള്ള സൂപ്പർ ഭജനയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി. അങ്ങോട്ട് വരുമ്പോൾ സത്യസായി സേവാ സമിതി എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കൃഷ്ണൻകുട്ടി മേനോൻ, അപ്പം അദ്ദേഹം ഇല്ല, പ്രൊഫസറാണ്, അദ്ദേഹം പ്രസംഗിക്കുകയാണ്. സ്വാമി പറഞ്ഞിട്ടുണ്ട്, നിനക്കുള്ളതെല്ലാം ഞാൻ എടുക്കും, നിന്നെ ഞാൻ അപമാനിതനാക്കും, ഒന്നുമില്ലാത്തവനാക്കും, എന്നിട്ടും നീ എന്നെ കൈവിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്നോട് പറയുന്നു.